പെൻഷൻ പറ്റുന്നവർ 15,000 പേർ. അവർക്ക് കൊടുക്കേണ്ട ഡ്യൂസ് 7,000 കോടിയോളം. രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനം. നമുക്കറിയാം, മാർച്ച് മാസത്തിൽ 30,000 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. കേന്ദ്രത്തെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ കേന്ദ്രം എന്തു പറഞ്ഞു? സംസ്ഥാനം വളരെ നിരുത്തരവാദപരമായ ഫിസ്ക്കൽ മാനേജ്മെന്റ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് 30,000 കോടി എന്ന് പറയുന്നത് അവരുടെ അർഹതയ്ക്കും വളരെ മുകളിലുള്ള കടം വാങ്ങലാണ്. അതുകൊണ്ട് അങ്ങനെ കടം വാങ്ങാൻ അനുവദിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം കൂട്ടിയും കുറച്ചും അവസാനം 13,608 കോടി കടമെടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞു. അതും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ അപ്പോ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി പറഞ്ഞു, ഏതൊരു സംസ്ഥാനത്തിനും ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഏതൊരു സംസ്ഥാനത്തിനും ഫെഡറൽ യൂണിയനെതിരായിട്ട് ഒരു കേസ്, അതായത് സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 131 എന്താണ് ഉറപ്പാക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവരെ കടമെടുക്കാൻ അനുവദിക്കണം എന്ന ഒരു രീതിയിലാണ് സുപ്രീം കോടതി ഒരു നിലപാടെടുത്തത്. അങ്ങനെയാണ് ഈ 30,000 കോടി ചോദിച്ച് ചെന്നെടുത്ത് 13,608 കോടി കടമെടുക്കാൻ സമ്മതിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപ്, അതായത് ഏപ്രിൽ 1 മുൻപ് അത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. എന്തു പറ്റി? അതിൽ 4,866 കോടി ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി പരിഷ്കരണത്തിന് വേണ്ടി 0.5%, അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 0.5% കടമെടുക്കാം, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് പരിഷ്കരണം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്മീഷൻ ആവശ്യപ്പെട്ടത് അനുസരിച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അവസാന ഭാഗം, അതായത് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക എന്നത് പൂർത്തിയാക്കിയില്ല. അത് ട്രേഡ് യൂണിയനുകളുടെ പിടിവാശി, അതായത് ടോട്ടക്സ് കമ്പനി, കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന തരത്തിൽ ടോട്ടക്സ് കമ്പനിയുടെ ഇത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇവിടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഒരു കൺസോർഷ്യം ഫോം ചെയ്ത് ഞങ്ങൾ സ്വയം സ്മാർട്ട് മീറ്റർ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ ഉപയോഗിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവർ മാറി നിന്നു. പക്ഷെ അതുകൊണ്ട് ഈ 4,866 കോടി രൂപ കിട്ടുകയില്ല എന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എനിവേ സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപ് ആ രൂപ കിട്ടിയില്ല. അപ്പൊ ബാക്കിയുള്ള രൂപ മാത്രമാണ്, അതായത് 13,608 കോടി എന്ന് പറഞ്ഞതിൽ നിന്ന് 4,866 കോടി കഴിച്ചുള്ള പണമാണ് അവർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ച് മാസത്തിൽ എടുക്കാൻ പറ്റും. അങ്ങനെ വളരെ വലിയ ധനപ്രതിസന്ധിയിലൂടെ, അതായത് എല്ലാ ഓവർഹെഡ് ഫെസിലിറ്റീസും ഓവർഡ്രാഫ്റ്റ് എടുക്കാം, 144 പ്രാവശ്യം 144 പ്രാവശ്യം ഓവർഡ്രാഫ്റ്റ് എടുക്കാം. അതുപോലെ പക്ഷേ ഒരു ഓവർഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തിനകം അത് തിരിച്ചടച്ചിരിക്കണം നിയുക്തമായ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോടുകൂടി, എങ്കിലേ അടുത്ത ഓവർഡ്രാഫ്റ്റിന് റിസർവ് ബാങ്ക് സമ്മതിക്കൂ. അതുപോലെ തന്നെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എടുക്കാം. ഈ പറയപ്പെട്ട സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി എങ്ങനെയെങ്കിലും ഈ ധനവർഷം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോ ആയപ്പോഴേക്കും, അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം ആകുമ്പോഴത്തേക്കും ആണ്, മെയ് ജൂൺ മാസം ആകുമ്പോഴേക്കുമാണ് ഈ പറഞ്ഞതുപോലെ ഈ 15,000 പേര് റിട്ടയർ ചെയ്യുന്നു. 20,000 പേരോ മറ്റെയാണ് ഈ സാമ്പത്തിക വർഷം സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടത്. അതിലെ 15,000 പേരും ഈ മാസാവസാനം റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് 7,000 കോടിയോളം വരുമെന്നാണ് കണക്കുകൂട്ടി പറയുന്നത്. എന്തൊക്കെയാണ് അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത്? ഗ്രാറ്റുവിറ്റി, ടെർമിനൽ സറണ്ടർ, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, പ്രോവിഡന്റ് ഫണ്ട്, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഇതൊക്കെയാണ് അവർക്ക് കിട്ടേണ്ട വിഹിതങ്ങൾ. അപ്പൊ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഈ 7,000 കോടി എന്ന് പറയുന്നത്
15 ലക്ഷം മുതൽ 80 ലക്ഷം വരെയുള്ള ആനുകൂല്യങ്ങളാണ് എല്ലാവർക്കും കൂടി ഈ 15,000 പേർക്ക്. ചിലർക്ക് 15 ലക്ഷമായിരിക്കാം കിട്ടാനുള്ളത് താഴ്ന്ന ശമ്പള വരുമാനക്കാർക്ക്. അതേ സമയത്ത് ഉയർന്ന തലത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവർക്ക് 80 ലക്ഷം വരെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നത് ഇവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു തന്നെ അവരെ പറഞ്ഞയക്കുമെന്നാണ്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെയും പെൻഷൻ പരിഷ്കരണത്തിന്റെയും കുടിശ്ശിക, അതിനുശേഷം വന്ന DA അരിയർ, ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല. അതൊക്കെ കിടക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇതും ഈ പറയപ്പെട്ട റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും അങ്ങനെ വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കും, പക്ഷെ എപ്പോൾ കൃത്യമായിട്ടും ഉടനെ തന്നെ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഇപ്പോഴത്തെ അതായത് ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ കോഓപ്പറേറ്റീവ്സിൽ നിന്ന് കടമെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്ര തുക കോഓപ്പറേറ്റീവ്സിൽ നിന്ന് കടമെടുക്കാൻ ലഭ്യമായില്ല. പിന്നെ ഒന്നാമത് ഗവൺമെന്റില് ജനങ്ങൾക്കുള്ള, അതായത് കോഓപ്പറേറ്റീവ്സിനുമുള്ള വിശ്വാസം കമ്മിയാണ് എന്ന് പറയുമ്പോൾ സമാഹരിച്ച് കഴിഞ്ഞ ധനവർഷം കൊടുത്ത വായ്പ, ഗവൺമെന്റിന് കൊടുത്ത വായ്പയുടെ പലിശ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, മുതൽ തിരിച്ചു കിട്ടിയിട്ടില്ല. ധനപ്രതിസന്ധി കഴിഞ്ഞാലേ ആ മുതൽ തിരിച്ചു കിട്ടൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും വലിയ തുക കടം ഗവൺമെന്റിനാണെങ്കിലും കൊടുക്കാൻ കോഓപ്പറേറ്റീവ്സിന് വൈഷമ്യമുണ്ട്, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ട്. അത് കാരണം കൊണ്ട് ആവശ്യപ്പെട്ടത്ര കടം ഈ ധനവർഷത്തില് ആരംഭത്തിലെ കേരളം കോഓപ്പറേറ്റീവ്സിനെ സമീപിച്ചു ഗവൺമെന്റ്. പക്ഷേ കോഓപ്പറേറ്റീവ്സ് അത് മുഴുവനും സമാഹരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭാഗികമായിട്ട് മാത്രം ഗവൺമെന്റിന്റെ വായ്പ കൊടുത്തു, ഭാഗികമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കെ ഇവർക്ക് എങ്ങനെ ഇത് കൊടുത്തു തീർക്കും? പക്ഷെ വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, 5 വർഷത്തേക്ക് ഭരണത്തിൽ കയറിയ ഗവൺമെന്റ് ആണ് ഇപ്പോൾ ശമ്പള പരിഷ്കരണത്തിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതായത് ശമ്പള പരിഷ്കരണത്തിന്റെ, അതായത് MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പള പരിഷ്കരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിരമിക്കുന്നു എന്ന് പറഞ്ഞ 15,000 പേര് എങ്ങനെയുള്ളവരാണ്? 30-35 വർഷമൊക്കെ സർക്കാർ സേവനം നടത്തി പിരിയുന്നവരാണ്. അപ്പോൾ അതിൽ വളരെ മാന്യമായ രീതിയിൽ കാര്യക്ഷമമായിട്ട് സേവനം നടത്തിയവർ കാണും, ചിലപ്പോ ശരാശരിക്കാർ കാണും, എല്ലാ തരക്കാരും കാണുമെന്ന് വെച്ചു. ഈ മാന്യമായ രീതിയിൽ സേവനം നടത്തിയവർ, കാര്യക്ഷമമായി സേവനം നടത്തിയവരാണ് ഗവൺമെന്റിനെ നിലനിർത്തിയത്. ഏത് ഗവൺമെന്റിനാണെങ്കിലും സംസ്ഥാനത്തെ നിലനിർത്തുന്നത്, അതിന്റെ ഖജനാവിന്റെ സംരക്ഷകരായിട്ടുള്ളത്. അപ്പം അത്തരക്കാരൊക്കെ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരർഹിക്കുന്നത് അവർക്ക് ലഭിച്ചിരിക്കണം. അപ്പൊ ഈ അർഹതയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ഓർക്കണം, 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെ എന്നുള്ളത്. ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 15 ലക്ഷത്തിലും താഴെയായിരുന്നു റിട്ടയർ ചെയ്യുന്ന ഒരാൾക്ക് ആകെ കിട്ടുമായിരുന്ന ആനുകൂല്യങ്ങൾ എല്ലാം തൂത്തുവാരി എടുക്കുന്നത് കിട്ടുമായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പൊ 15 ലക്ഷം ഏറ്റവും താഴെയുള്ളവർക്കും അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി 80 ലക്ഷം വരെയും ആയി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ധനപ്രതിസന്ധി, ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ ചവിട്ടി നിന്നുകൊണ്ട് നാം ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഈ ഒരു 10 വർഷം മുൻപ് റിട്ടയർ ചെയ്തവരും ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നവരും തമ്മിൽ ഈ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഇത്ര വലിയ അന്തരം വരുന്നത്? അതാണ് ശമ്പള പരിഷ്കരണം എന്ന മാജിക്ക് വടി കൊണ്ടുള്ള അടി സംസ്ഥാന ഖജനാവിന് കിട്ടുന്നത്. അതായത് യൂണിയനുകൾ ആവശ്യപ്പെടുന്നിടത്ത് അവരുടെ താല്പര്യം അനുസരിച്ചാണ് ശമ്പള പരിഷ്കരണം നടത്തുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്, അതായത് 10 വർഷത്തിൽ മാത്രം ശമ്പള പരിഷ്കരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലെ 23% വർധനവ് കൊണ്ടുവന്നപ്പോൾ എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം നടത്തുന്ന കേരള ഗവൺമെന്റ് 40% വരെ വർധനവ് നൽകിയ ജീവനക്കാരുണ്ട്. അപ്പൊ ഈ തരത്തില്, അതായത് ലക്കും ലഗാനും ഇല്ലാതെ എന്ന് നമുക്ക് പറയാം. ഈ പണമെല്ലാം ഇവര് ജോലി ചെയ്തതിന്റെ കൂലിയാണ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അതിന് ഉള്ള കൂലി എവിടെ നിന്നാണ് സമാഹരിക്കുന്നത്?
ജനങ്ങളിൽ നിന്നാണ് നികുതിയേതര വരുമാനമായി ഈ പണം മുഴുവനും ഖജനാവിൽ എത്തുന്നത്. അങ്ങനെ ഖജനാവിലേക്ക് എത്തുന്ന പണം എന്ന് പറയുന്നത് ഈ പ്രജകൾ അഥവാ പൗരന്മാർ വിയർപ്പൊഴുക്കിയതിന്റെ പണമാണ് ഖജനാവിലേക്ക് എത്തുന്നത്. ആ പണം എടുത്ത് ജനസേവകർ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ഒക്കെ നാം അങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടവര്. യഥാർത്ഥത്തിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെ തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഗവൺമെന്റ് ഫോം ചെയ്തിരിക്കുന്ന ജനപ്രതിനിധികള്, അതുപോലെ തന്നെ ജനസേവകരായിട്ട് സേവനമനുഷ്ഠിക്കേണ്ട ഉദ്യോഗസ്ഥര്, ഇവർക്കെല്ലാം തീർച്ചയായിട്ടും അവരെ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് അതിനും ഒരു അതിർവരമ്പ് വേണം. ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണ് വീതം വെച്ചു കൊടുക്കുന്നത്. എങ്ങനെയും കൈയിട്ട് വാരി കൊടുക്കുകയല്ല വേണ്ടത്. ശമ്പള കമ്മീഷനും ഒരു മുറയിൽ വേണം. അതുപോലെ തന്നെ ചോദിക്കുന്ന യൂണിയനുകൾക്കും, അത് ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, ഇത്ര വേണം എന്ന് പറഞ്ഞ് അടിവരയിടുന്ന യൂണിയനുകൾക്കും വേണം ആ മുറയിൽ. അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇത്ര വലിയ തോതിൽ ഉയർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്? സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇപ്പോൾ കിട്ടാൻ തന്നെയുള്ള കുടിശ്ശികയൊക്കെ, അതായത് ഗവൺമെന്റ് കേന്ദ്രം കടം എടുക്കാൻ പറഞ്ഞാലും 37,512 കോടിയായി ഈ വർഷം ആകെ കടം എടുക്കാമെന്ന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ആ 37,512 കോടിയെ ഇപ്പോഴേ തന്നെ കവച്ചു വെക്കാൻ ശ്രമിക്കാതെ മറ്റ് വിഭവ സമാഹരണ മാർഗങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കാര്യക്ഷമമായിട്ട് നോക്കണം. അതായത് ഈ അടുത്ത ദിവസം തന്നെ വന്ന റിപ്പോർട്ടുകൾ നോക്കി, പത്ര റിപ്പോർട്ടുകളൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം, ധനവകുപ്പ് എല്ലാ പേപ്പറുകളും, അതായത് ഒരാവശ്യവും ഇല്ലാത്ത പേപ്പറുകൾ പോലും ധനവകുപ്പിൽ വന്ന നിരവധി സെക്ഷനുകളിൽ കയറി ഇറങ്ങി അങ്ങനെ അവിടെ പ്രജനനം നടത്തി വളരെ അതായത് കാലതാമസം എടുക്കുന്ന ഓരോ ഫയലിലും തീരുമാനം എടുക്കാനായിട്ട്. അങ്ങനെ അനുവദിക്കാതെ വളരെ സിലക്റ്റീവായിട്ട് അതിനൊക്കെ നിഷ്ഠയുണ്ട് സർക്കാരിൽ എന്നാണ് പറയുന്നത്. പക്ഷെ ധനവകുപ്പ് അത് പാലിക്കുന്നില്ലെന്ന് പറയുന്നു. ഒരു പക്ഷെ ധനവകുപ്പിന്റെ കുഴപ്പമായിരിക്കത്തില്ല. കാരണം ധനവകുപ്പിന് എല്ലാ ഫിനാൻഷ്യൽ നീഡ്സും, അതായത് ഓരോ വകുപ്പിൽ നിന്നും വരുന്ന കോടിക്കണക്കിനുള്ള രൂപയുടെ ആവശ്യങ്ങൾ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ധനപ്രതിസന്ധി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ടുള്ള താമസമാകാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ബജറ്റിലേക്ക് ഒന്ന് നോക്കുക. ഇക്കഴിഞ്ഞ 2024-25 ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിന്റെ വിഭവ സമാഹരണ സ്ഥിതി എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ആ ബജറ്റിന്റെ A39 എന്ന ഒരു ടേബിൾ ഉണ്ട്. ബജറ്റ് ഇൻ ബ്രീഫ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്ക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് മാത്രമുള്ള ഒരു ബുക്കാണ് ബജറ്റ് ഇൻ ബ്രീഫ്. അതിന്റെ അകത്ത് A39 എന്ന ടേബിൾ, A39 എന്ന ടേബിൾ എവിടെയാണ് വരുന്നത്? A41 എന്ന പേജിലാണ് വരുന്നത്. ആ ടേബിൾ എന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, A39 ടേബിൾ എടുത്തു നോക്കിയാൽ അറിയാം, 19,975 കോടിയുടെ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാനുള്ളത്. 19,975.43 കോടിയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു കേട്ട ഉടനെ ധനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ളവർ പറയും, അയ്യോ അത് 25 വർഷം കഴിഞ്ഞതാണ്, 40 വർഷം കഴിഞ്ഞതാണ്, കേരളം ഫോം ചെയ്ത കാലം മുതലുള്ളതാണ്, അതൊന്നും പിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അല്ല, ഇതിനകത്ത് തന്നെ ആ ടേബിളിൽ തന്നെ പറയുന്നുണ്ട്, പിരിച്ചെടുക്കാൻ പറ്റുന്ന യാതൊരു തടസ്സങ്ങളുമില്ലാത്ത എമൗണ്ട് ഉണ്ട്. അതെത്രയാണ്? 14,061.30 കോടി. ഒരു തടസ്സങ്ങളുമില്ലാതെ പിരിച്ചെടുക്കാവുന്ന തുകയാണ്. ആ ടേബിളിൽ തന്നെ ഗവൺമെന്റ് തന്നെ പറയുന്നതാണ്. അത് AG ഓഡിറ്റ് ചെയ്തതാണ്, റിസർവ് ബാങ്ക് ഗവനിക്കുന്നതാണ്, സ്വീകരിക്കുന്നതാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ് ഈ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ബജറ്റ് ഡോക്യുമെന്റ് ആണ് ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്. അപ്പൊ ആ ഡോക്യുമെന്റിലാണ് പറയുന്നത് ഒരു തടസ്സങ്ങളുമില്ലാത്ത 14,061.30 കോടിയുണ്ട്. അത് എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നു? ഇത് നികുതിയാണ്, നികുതിയേതര വേറെയുണ്ട് കുടിശ്ശിക. ഇപ്പൊ ഈ നികുതി കുടിശ്ശിക എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെയാണ് C&AG, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചോദിക്കുന്നത്.
അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഗവൺമെന്റ് സെക്ടറിൽ ഒന്നും പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അപ്പൊ CNAG ഞങ്ങൾ ഇന്ന വകുപ്പുകളിലേക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടി വരുന്നു, അപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കണം എന്ന് ഇൻഡാസ് കൊടുക്കുമ്പോഴാണ് പിന്നെ ഇവിടുത്തെ എന്താ പറയുക, ഈ ഓഡിറ്റേഴ്സ്, ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് വേണ്ടി ഓരോ വകുപ്പിനെയും അപ്രോച്ച് ചെയ്യുന്നത്. അവർ നേരത്തെ അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ടല്ല, അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. ഗവൺമെന്റ് അവർക്ക് ഓരോ വകുപ്പും ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം. ശരി, നിങ്ങൾ വന്നോളൂ, നിങ്ങൾ ഓഡിറ്റിംഗ് നടത്തിക്കോളൂ, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് വകുപ്പുകൾ തയ്യാറാവണം. പക്ഷെ വകുപ്പുകൾ തയ്യാറാകുകയില്ല. ഇങ്ങനെ CAGയുടെ ഇൻഡാസ് കഴിയുമ്പോഴാണ് പല വകുപ്പുകളും ഓഡിറ്റിങ്ങിന് തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അങ്ങനെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ പല കുഴപ്പങ്ങളും. എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് അവർ പ്രിവെന്റ് ചെയ്യുന്നത്, അവർ തടസ്സപ്പെടുത്തുന്നത്? കാരണം വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടാകും, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, അതായത് പുറത്തു വരരുതാത്ത കാരണങ്ങൾ കാണും. അങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് നടത്താൻ സമ്മതിക്കാത്തത്. അപ്പൊ CAG അപ്പൊ എന്താണ് പറയുന്നത്? കൃത്യസമയത്ത് ഓഡിറ്റിംഗ് നടത്തിയാൽ ഈ നികുതി അടയ്ക്കാത്ത കുടിശ്ശികക്കാരെ ഒക്കെ പിഴയിട്ട് അവരെ കൊണ്ടൊക്കെ അപ്ലോഡ് ചെയ്യിക്കാൻ പറ്റും, ഈ നികുതി കുടിശ്ശിക കൊടുപ്പിക്കാൻ പറ്റും. സമയത്ത് ഇന്റർഫിയർ ചെയ്യണം. ഇത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കാരണവശാലും, അതായത് ഗവൺമെന്റിന്റെ പരിധിയിൽ നിന്ന് പോയി ട്രൈബ്യൂണലിലോ കോടതിയിലോ പോയി, ആ സാഹചര്യത്തിലാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെയാണ് 5 വർഷവും 10 വർഷവും 20 വർഷമൊക്കെ കഴിഞ്ഞ കുടിശ്ശിക കിടക്കുന്നത്. അങ്ങനത്തെ കുടിശ്ശിക തുകയാണ് ഞാൻ പറഞ്ഞത് ബാക്കിയായിട്ടുള്ള, അതായത് ഈ 14,061 കോടി ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതാണ്. 19,975 കോടിയിൽ നിന്ന് ഇതിന്റെ ഉപരിയായിട്ടുള്ളത് മാത്രമാണ് പ്രശ്നങ്ങളിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 14,061 കോടിയെങ്കിലും പിരിച്ചെടുത്തുകൂടെ? അതിനുള്ള നേതൃഗുണമെങ്കിലും ഓരോ വകുപ്പുകളും കാണിക്കണ്ടേ? നമ്മൾ ഓർക്കേണ്ടത് ഓരോ വകുപ്പിന്റെയും തലപ്പത്ത് IAS ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ എന്തുമാത്രം തസ്തികകളാണ് ഓരോ ഫിനാൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ തസ്തികയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അത് ഇതെന്നൊക്കെ പറഞ്ഞ തസ്തികകളുള്ള തസ്തികകൾക്ക് വേണ്ടി, പ്രൊമോഷന് വേണ്ടി തസ്തികകൾ സൃഷ്ടിക്കുന്ന അതാണ് ഗവൺമെന്റ് വകുപ്പിന്റെ സ്വഭാവം. അപ്പൊ അങ്ങനെ തസ്തികകൾ ഉണ്ട്. പക്ഷെ ആരും ഇക്കാര്യത്തില്, അതായത് ഓഡിറ്റിങ്ങിന് ഉള്ള സാധ്യത ഉണ്ടാക്കുക, പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് നടത്തുക, അതുപോലെ തന്നെ കുടിശ്ശിക ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രവർത്തിക്കുക, ഇവരൊക്കെ ഖജനാവിന്റെ കാവലാളായേ പറ്റുള്ളൂ. ഖജനാവിനെ നിറയ്ക്കാൻ വളരെ തീക്ഷ്ണമായിട്ട് ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ KIS ഓഫീസർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വന്നിട്ടും ഈ കുടിശ്ശിക എന്ന ദുരന്തം മാറ്റാൻ ഒക്കുന്നില്ല. അതൊന്ന്. ഇനി അതുപോലെ നികുതിയിതര വരുമാനമാണെങ്കിലും അതെ, അവിടെയും ഇഷ്ടം പോലെ കുടിശ്ശികയുണ്ട്. അതുകൊണ്ടാണല്ലോ CAG 2023 പിന്നെ ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 28,258.39 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് എന്നാണ്. പിന്നെ അതെല്ലാം കാര്യകാരണ സഹിതം, വകുപ്പ് സഹിതമാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിഷ്ടതയുള്ള പ്രതിസന്ധിയുള്ള ഒരു ഗവൺമെന്റിന്റെ കാര്യത്തിലാണ് ഓരോ വകുപ്പിന്റെയും കാര്യക്ഷമത ഇല്ലായ്മയുടെ തെളിവ് CAG നിരത്തുന്നത്. മരിച്ചുപോയവർക്ക് വർഷങ്ങളായി പെൻഷൻ കൊടുക്കുന്നു. ഒരേ വ്യക്തി പല പെൻഷനുകൾ വാങ്ങുന്നു. എല്ലാ ജില്ലകളിലും ഉണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ CAG റിപ്പോർട്ട് ഒന്ന് വാങ്ങിച്ച് വായിക്കുക. അങ്ങനെ വായിച്ച് അതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എടുത്തു നോക്കുക. അപ്പൊ അറിയാം എത്രയോ മരിച്ചുപോയവർ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവർ പിന്നെ ഇപ്പോഴും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മസ്റ്ററിങ് നടത്തണമെന്ന് വന്നിട്ടും എന്താ ഇത് പറ്റാത്തത്? അപ്പൊ അവിടെ എവിടെയൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ പിന്നെ മരിച്ചവര് മേടിക്കും, അതുപോലെ പല പെൻഷൻ ഒരേ ആള് മേടിക്കുന്നു. അങ്ങനെ എന്തൊക്കെ അഴിമതി കഥകളാണ്. നമുക്കറിയാം, പട്ടികജാതിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഫണ്ട് പട്ടികജാതിക്കാരല്ല, അത് കോർപ്പറേഷന്റെ കാര്യത്തിലാണ്. പട്ടികജാതിക്കാരല്ലാത്തവർ പട്ടികജാതി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വാങ്ങി പ്രയോജനപ്പെടുത്തി പോയി കോടിക്കണക്കിന് ഫണ്ട്. അത്രയധികം എന്താ പറയുക, പിന്നെ ഈ കറപ്ഷൻ നടക്കുന്ന ഒരു സംവിധാനം. ആ കറപ്ഷൻ നടക്കുന്ന സംവിധാനത്തിലാണ്
ഇതൊക്കെ സംഭവിക്കുന്നത് എന്നോർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശമ്പള പരിഷ്കരണത്തിലാണെങ്കിലും യൂണിയനുകൾ വാശി പിടിക്കുമ്പോൾ ഓർക്കണം, കടക്കെണിയിലേക്ക് സംസ്ഥാനം പോയാൽ എല്ലാവരും കൂടിയാണ് മുങ്ങിത്താഴുന്നത്. അപ്പൊ അങ്ങനെ പോകാതിരിക്കത്തക്ക രീതിയിൽ കാര്യക്ഷമമായ വിഭവ സമാഹരണം നടത്തിയിട്ട് ഞങ്ങൾക്ക് 40% തരൂ എന്ന് വാശി പിടിച്ചാൽ അത് കൊള്ളാം. ഈ വിഭവ സമാഹരണത്തിൽ കാര്യക്ഷമത കാണിക്കാതെ ശമ്പള പരിഷ്കരണത്തിൽ മാത്രം കാര്യക്ഷമത കാണിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായി മാറുന്നത്, ദുരന്തങ്ങളിലേക്ക് നാം ഇറങ്ങി പോകുന്നത്. അപ്പൊ അത്തരം ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കണം. വിഭവ സമാഹരണത്തിലെ ഊർജ്ജസ്വലത കാണിക്കണം. അതായത് നികുതി ആണെങ്കിലും നികുതിയേതര വരുമാനമാണെങ്കിലും കുടിശ്ശിക വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ ചെലവുകളിലും അതായത് ആവശ്യം നോക്കി മാത്രം ചെലവഴിക്കുക എന്ന കർശന നിലപാട് ഗവൺമെന്റ് എടുക്കണം. അങ്ങനെയൊക്കെ എടുത്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും, അതായത് കിട്ടുന്ന ഓരോ പൈസയ്ക്കും നികുതി കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അതായത് കോർപ്പറേറ്റുകളല്ല അവർക്കൊന്നും നികുതി വെട്ടിക്കാനുള്ള മാർഗങ്ങളില്ല. അവർക്കൊന്നും ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സാധാരണ ജനങ്ങളെ വെട്ടിച്ചും തട്ടിച്ചും ഖജനാവിലേക്ക് പണം എത്തുകയില്ല. അങ്ങനെ എത്തുന്ന പണം വെട്ടിക്കാനും തട്ടിക്കാനും ഗവൺമെന്റ് നിൽക്കരുത്. അങ്ങനെ കാര്യക്ഷമമായി വിഭവ സമാഹരണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോ ഈ 12,000 പേര് പിരിയുമ്പോൾ 7,000 കോടി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. അതാണ് ഞാൻ ബജറ്റ് ഇൻ ബ്രീഫില് കിട്ടാനുള്ള, അതായത് ഇവിടെ നമുക്ക് വേണ്ടത് 7,000 കോടി അല്ലേ. ഇവിടെ കുടിശ്ശിക പിടിച്ചെടുക്കാനുള്ളത് ഒരു തടസ്സവുമില്ലാത്ത കുടിശ്ശിക 14,061 കോടി. അത് പിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവര് വളരെ സുഖമായിട്ട് മാന്യമായിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ അനുവദിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ.